ഇവിടെ ഇരിക്കുന്നവർക്കും ഈ പ്രേക്ഷകർ എനിക്ക് അറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യം പറയാം. അവർക്കെല്ലാം നായകന്മാരെയാണ് അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തി, അതാണ് അവർക്കിഷ്ടം, അതാണ് ഇപ്പൊ അവർ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ ഈ നല്ല നായകൻ വരണമെങ്കിൽ അതിന്റെ എതിർ സ്ഥാനത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ വരണം, അല്ലെ ഒരു വില്ലത്തി വരണം, അല്ലെങ്കിൽ നായകനൊരു പ്രസക്തി എവിടെ ശക്തനായ ഒരു എതിരാളി മറുവശത്തുണ്ടെങ്കിൽ മാത്രമേ. ഇതൊക്കെ കഥാപാത്രങ്ങളാണ്, ഇതുണ്ടെങ്കിലേ ഇത് വിജയിക്കൂ. അത് ജീവിതത്തിലായാലും സിനിമയിലായാലും സീരിയലിലായാലും നാടകത്തിലായാലും എല്ലായിടത്തും ഇതുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഈ അമ്മായിയമ്മ മരുമകളെ അല്ലെ കൊച്ചുമകനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ കുറെ ഭക്തിസാന്ദ്രമായ കുറെ സീരിയല്, അന്ധവിശ്വാസങ്ങൾ വളർത്തുന്ന സീരിയലുകള്, ഇതൊക്കെ അല്ലാതെ പുരോഗമന ആശയമുള്ള ഒരൊറ്റ സീരിയൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. പുരോഗമന ഞാനൊരു സീരിയലിന്റെ പേര് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ മൗനമാണല്ലോ, ഉപ്പും മുളകും. ചോദിച്ച ചോദ്യം, ഒരു കഥാനായകൻ ഉണ്ടെങ്കിലേ ഒരു വില്ലൻ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു വില്ലൻ ഉണ്ടെങ്കിലേ കഥാനായകനുള്ളൂ. ഓബ്വിയസ്ലി ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ ഒരു പോസിറ്റീവ് എംഫസൈസ് ആയിട്ട് കാണുള്ളൂ. തീർച്ചയായിട്ടും അത് ജീവിതത്തിലും അത് തന്നെയാണല്ലോ. ജീവിതത്തിൽ നമ്മൾ ഒരാളെ നല്ലത് ചീത്ത എന്ന് വേർതിരിക്കുന്നത് ഈ പറഞ്ഞ ബേസിസിലാണ്. ഇന്ന ആള് നല്ലതാണ് എന്ന് പറഞ്ഞാൽ മറ്റാള് ചീത്ത ആയതുകൊണ്ടാണല്ലോ ഇന്നാളെ നല്ലതെന്ന് പറയുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, സീരിയൽ ആസ് എൻ എന്റർടൈൻമെന്റ് ഇസ് ഗുഡ്. തീർച്ചയായിട്ടും നല്ലതാണ്. ഇപ്പൊ പുറകില് പറഞ്ഞ പോലെ തന്നെ പ്രായമുള്ള വ്യക്തിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അങ്ങനെയുള്ള അവർക്ക് ടെലിവിഷൻ ഒരിക്കലും മെനക്കേട് ടി വി അല്ല, അവർക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് അവനവന്റെ ലൈഫ് സ്റ്റൈലിനെ അഫക്ട് ചെയ്യുന്ന പോലെ അവനവന്റെ ജീവിതത്തിലോട്ട് എടുക്കുമ്പോഴോ അതിലെ ക്യാരക്ടറായിട്ട് മാറാൻ ശ്രമിക്കുമ്പോഴോ, ഈ നമ്മൾ മിണ്ടാപ്പൂച്ച എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ, അങ്ങനെ ഇരിക്കുന്നവർ ചിലപ്പോ ഇതിനകത്തെ ഒരു വില്ലത്തി കഥാപാത്രത്തെ കണ്ടിട്ട് വൈ കാണ്ട് ഐ ഓൾസോ ബി ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞൊരു ട്രാൻസിഷൻ ഉണ്ട്. അത് ഒട്ടും അഭിലഷണീയമല്ല. ചേച്ചി മാം ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുമ്പോഴാണ്. അങ്ങനെ എടുക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാരാണ്. പിന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്ന സീരിയലില് ഞാൻ എന്താ പറയാ, ഞാൻ നാത്തൂനായിട്ട് വന്നതാണ്. നായികയുടെ അതായത് നായകന്റെ പെങ്ങളാണ്. ആ വന്ന സമയത്ത് ഞാൻ ചെറിയൊരു കുശുംബി ക്യാരക്ടർ അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ ആ കുഞ്ഞായ്മ കൂടിയിട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോ ഞാൻ നല്ലതായി. അതെന്താന്ന് പറയാ, ആ ചെറിയൊരു കുശുമ്പ് പിന്നെ ഞാൻ ആ ഒരു നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് ആവാൻ കാരണം ഈ പറയുന്ന നായിക എന്റെ ഹസ്ബൻഡിനെ നായികയുടെ വീട്ടുകാരും അടിച്ചോടിക്കുന്നു. അതൊക്കെയാണ് എന്റെ റിവെഞ്ച്. അപ്പൊ അതാ പറഞ്ഞത്, നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ വില്ലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലെ വില്ലത്തി എന്ന് പറഞ്ഞാൽ ഇതിനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചൊറിയോ മാന്തയോ ചെയ്യുമ്പോഴാണ് അവർ ആ ഒരു രീതിയിലേക്ക് അങ്ങോട്ട് അങ്ങനെ ആകുന്നത്. അത് ജീവിതത്തിലും ഉണ്ട്. ഞാൻ പറയുന്നത്, നമ്മള് സീരിയല് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളാണ് നമ്മൾ ഓരോ സിനിമ സീരിയൽ എന്നൊക്കെ പറയുന്നത്. അപ്പോ അതില് തിന്മകൾ ഉണ്ടാകാം, നന്മകൾ ഉണ്ടാകാം. പക്ഷെ കുറച്ചും കൂടി ഒരു നന്മയായ കാര്യങ്ങള് ആണെങ്കിൽ നമ്മൾക്ക് നെഗറ്റീവ് കുറച്ചും പോസിറ്റീവ് കൂടുതലും ആണെങ്കിൽ നമുക്ക്